ഉറപ്പൊക്കെ നമുക്ക് പേഴ്സണലി പെൺകുട്ടികളെന്നുള്ള രീതിയിൽ കുറച്ചുകൂടെ ഡൗൺ ആയി നിൽക്കുമ്പോ മറ്റേ കുതറിയോടുന്നൊക്കെ കേൾക്കുമ്പോ ഒരു സുഖം ഡൗൺ ആയി നിൽക്കുമ്പോ ഒക്കെ നമുക്ക് സീരിയസ്ലി അങ്ങനത്തെ പാട്ട് മോട്ടിവേഷൻ വേണ്ടി ആ പെൺകുട്ടീനെ ആ പെൺകുട്ടി വന്നപ്പോ ഇങ്ങനെ ഒരു പെൺകുട്ടി ഇതുവരെ കാണാത്ത ഒരു ഗ്രാമം അവളെ നോക്കി ഇങ്ങനെ പതറി ഇപ്പോൾ ആരാണ് എന്നൊരു ആരാധനയും ഉണ്ട്. എന്നാൽ എന്റെ ദൈവമേ ഇവള് നമ്മളെ ഇടിച്ചിട്ട് പോവോ എന്നൊരു പേടിയുണ്ട്. ചിതറി നമ്മൾ മൺതരിയായി അങ്ങനത്തെ ഒരു പരിപാടിയാണ് ഉറപ്പ്. ഈ മഹാബലിപുരത്ത് പാറക്കല്ലിൽ ഒരു ദിവസം രാവിലെ ഇങ്ങനെ ഇരിക്കുമ്പോ ഈ പറഞ്ഞ ബുള്ളറ്റിൽ വരുന്ന ഒരു സംഘം ആൾക്കാര് അവിടെ വന്നിട്ട് ഇവരിത് പ്ലേ ചെയ്യാ നീലാകാശത്തിലെ പാട്ട്. അപ്പൊ എന്റെ കൂടെയുള്ള ഫ്രണ്ട് പറഞ്ഞ് ഈ പറഞ്ഞൂടെ ഞാനാണ് എഴുതിയത്. അന്നേരം ഇവരൊക്കെ നോക്കിട്ട് ഇവർക്ക് ആരോ ഒരാൾക്ക് ഇത് കേട്ടിട്ട് മനസ്സിലായി. അങ്ങനെ ഇവര് വന്നിട്ട് നൈസായിരുന്നു. ഇപ്പൊ എന്റെ പേരൊക്കെ ചോദിച്ചു. എന്നിട്ട് പേര് പറയില്ല, ഇത് എഴുതിയ ആളാണെന്ന് ആരോ പറയുന്നത് കേട്ടിട്ട് വന്നിട്ട് അപ്പൊ അതാണ് ആദ്യമായിട്ട് അങ്ങനെ എന്റെ ഒരു പാട്ടിന് കുറച്ച് പേര് വൈബ് ചെയ്ത് ഞാൻ ലൈവായിട്ട് കാണുന്നത്. മരത്തിൽ ഞാൻ ഉറങ്ങിക്കിടക്കുമായിരുന്നു. ഉറങ്ങിക്കിടക്കുമ്പോഴാണ് അമലേട്ടന്റെ സുഷിന്റെ എന്തോ കോള് വരുന്നതും വെളുപ്പിന് എണീക്കുന്നത്. എണീറ്റിട്ട് നിന്ന് വരാമോ എന്നൊക്കെ ചോദിക്കുക. അങ്ങനെ 2 പാട്ട് ഓൾറെഡി കഴിഞ്ഞു. ഒരു ഒക്കേഷനിൽ പോയി എഴുതി. ഇത് മറ്റേ ഒടുവിലെത്തിയായെന്നൊരു പാട്ടില്ല, 3ാമത്തെ, അത് ലാസ്റ്റ് കയറി വന്ന പാട്ട്. അപ്പൊ അത് അന്ന് പോയി അവരെ കണ്ട് ഉറക്കച്ചടവിൽ കണ്ട് നോക്കി അന്ന് അങ്ങനെ ചെയ്ത പാട്ടാ. അങ്ങനെ ഒരു ബർത്ത്ഡേക്ക് കേക്ക് പോയിട്ട് അകത്തോട്ട് വരെ സമ്മതിക്കുക, അവിടെ കേക്ക് കട്ട് ചെയ്ത് പോയി. അപ്പോഴും സ്റ്റുഡിയോയിൽ ഒരു മെയിൻ ഒരു ഹോളുണ്ട്, അവിടെ മാത്രമേ കയറുന്നുള്ളൂ. കമ്പോസിംഗ് റൂമിൽ കയറിയിട്ടില്ല. അപ്പൊ അങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ദിവസം അങ്ങോട്ടുള്ള ഈ കമ്പോസിംഗ് റൂമിലേക്ക് വന്നിരിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഇത്രയും പാട്ടുകളൊക്കെ ജനിച്ച സാറ് കമ്പോസ് ചെയ്ത ആ ഒരു ഹാർമോണിയം വെച്ചിരിക്കുന്ന ഒരു സാർ ശരിക്കും ഒരു തിരുപ്പതിയുടെയോ മറ്റേ ശബരിമലയൊക്കെ പോയിട്ട് നട തുറന്നൊരു ഫീൽ ഉണ്ട്. ആ നടയിൽ വന്നിരിക്കുന്നു ആ ഒരു ഫീലിലാണ് ഇരുന്നത്. അപ്പോൾ ഒരു ഭയങ്കര ഓറയാണ്. സാറിന് തന്നെ വലിയൊരു പോസിറ്റീവ് പറയും. റൂമിന് ആ ഒരു ഓറയുണ്ട്. മലയും കുഞ്ഞ് വർക്ക് ചെയ്തപ്പോൾ സാർ ദുബായിലായിരുന്നു, ഞങ്ങൾ ഇവിടെയായിരുന്നു. ഞാനും സജിമോൻ ചേട്ടൻ, മഹേഷ് ചേട്ടൻ ഇവിടെയായിരുന്നു. ഇവിടെ ഇരുന്നിട്ടുള്ള വർക്കിംഗ് ആയിരുന്നു സാറുമായിട്ട് കൂടുതൽ. നേരിട്ട് കാണുന്ന ഈ പാട്ട് ഇറങ്ങുമ്പോൾ, ചോലപ്പെണ്ണുള്ള പാട്ട് ഇറങ്ങുന്ന ദിവസം സാറിന്റെ സ്റ്റുഡിയോയിൽ പോയി നേരിട്ട് വിളിക്കാനും സംസാരിക്കാനും നല്ല വാക്കുകൾ സാറിന്റെ കേൾക്കാനും പറ്റി. ഈ മോട്ടിവേഷൻ പറഞ്ഞ സമയത്താണ് ഈ കൊക്കോല പാട്ടുണ്ട്, ഭയത്തെ കരുത്താൽ എന്ന് പറയുന്ന ഒരു അഡ്രിനാലിൻ റഷ് ഒക്കെ ഉണ്ടാക്കുന്ന, സ്പോർട്സ് സ്പിരിറ്റ് ഉണ്ടാക്കുന്ന, കരിങ്കുന്നം സിക്സസിലെ ഉലകത്തിൻ ഏതോ കോണിൽ എന്ന് പറയുന്ന പാട്ട്, പിന്നെ ഒറബ, അത് പിന്നെ വേറൊരു മോട്ടിവേഷൻ പോലത്തെ ഒരു പാട്ട്, ഒരു കുട്ടി പാടിയിരിക്കുന്ന ഒരു പാട്ടുണ്ട്. ഏതായിരുന്നു അത്? മറ്റേ പൊരുതി വീഴല്ലേ സമയമേ എന്നാണ് അതിന്റെ ടൈറ്റിൽ. അപ്പൊ അങ്ങനത്തെ അത് ഈ സാധനം നമ്മൾ ഈ ട്രാവൽ പറഞ്ഞ പോലെയാ, മോട്ടിവേഷൻ ആണല്ലോ ബേസിക്കലി, അല്ലെ സ്പോർട്സ് ആണല്ലോ. അതിനെ എങ്ങനെയാ പുഷ് ചെയ്യുന്ന ആ ഒരു ലിമിറ്റ് എന്നുള്ള രീതിയിൽ? ബേസിക്കലി പടത്തിന്റെ കഥ കുറെ ഹെൽപ്പ് ചെയ്യും. എന്താണ് ഈ സെറ്റ് ബാക്ക്, കം ബാക്ക് ഇസ് ഗ്രേറ്റർ ദാൻ സെറ്റ് ബാക്ക് എന്നാണ് പ്രമാണം. എന്താണ് സെറ്റ് ബാക്ക് എന്ന് മനസ്സിലാക്കിയിട്ട് അപ്പൊ നമുക്ക് ഏകദേശം അവരെങ്ങനെയാണ്, എന്തുകൊണ്ട് ഡൗൺ ആയിരിക്കുന്നു സിറ്റുവേഷനിൽ ക്യാരക്ടേഴ്സ് എന്ന് മനസ്സിലാവും. പലപ്പോഴും ക്ലൈമാക്സിനൊക്കെ മുമ്പായിട്ടായിരിക്കും സിറ്റുവേഷൻ വരുന്നത്. അപ്പൊ സിനിമ സെക്കൻഡ് ഹാഫിൽ എത്തി, അപ്പൊ ഇനി പാട്ട് ഡൗൺ ആക്കി കളഞ്ഞു കഴിഞ്ഞാൽ കുറെ കൂടെ ലാഗിലേക്ക് സിനിമ തന്നെ പോകും. ഞാനെപ്പോഴും ആ സിനിമയുടെ ആംഗിൾ ചിന്തിക്കാറുണ്ട്. അപ്പൊ പരമാവധി അപ്ബീറ്റ് ആയിട്ടുള്ള ഒരു പാട്ടൊക്കെ തന്നെയായിരിക്കും മ്യൂസിക് ഡയറക്ടറും ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ ചെയ്തു വരും. പിന്നെ ഈ പറഞ്ഞ ചോയ്സ് ഓഫ് വേർഡ്സിൽ ഈ പറഞ്ഞ പൊതുവെ മെലഡീസിലൊക്കെ എഴുതിയ കടിക്കുന്ന കുറെ വാക്കുകളും അക്ഷരങ്ങളൊക്കെ ഉണ്ട്. ഡാ ഠാ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ മെലഡിയിൽ എഴുതി അവർ തൂക്കിക്കളയും. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പൊറുക്കിയെടുത്ത് എഴുതാൻ പറ്റുന്ന മോട്ടിവേഷൻ പാട്ടായപ്പോൾ ഹൈയിലൊക്കെ പോകുന്ന പാട്ടിൽ ഭയങ്കര എനർജി ഫീൽ ചെയ്യണമല്ലോ. അപ്പൊ അങ്ങനത്തെ കൂട്ടക്ഷരങ്ങളും കടിച്ച പൊട്ടാത്ത അക്ഷരങ്ങളൊക്കെ എടുത്ത് അവിടെ പ്രയോഗിക്കാൻ പറ്റും. അപ്പൊ കേൾക്കുമ്പോൾ ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യണം. പിന്നെ ഇത് നമ്മളും നമ്മുടെ ലൈഫിൽ ഇടയ്ക്കൊക്കെ ഇത് പ്ലേ ആവുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടോ ഈ സാധനം, കിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഉറപ്പൊക്കെ നമുക്ക് പേഴ്സണലി പെൺകുട്ടികളെന്നുള്ള രീതിയിൽ കുറച്ചുകൂടെ ഡൗൺ ആയി നിൽക്കുമ്പോ മറ്റേ കുതറിയോടുന്നൊക്കെ കേൾക്കുമ്പോ ഒരു സുഖം ഡൗൺ ആയി നിൽക്കുമ്പോ ഒക്കെ നമുക്ക് സീരിയസ്ലി അങ്ങനത്തെ പാട്ട് മോട്ടിവേഷൻ വേണ്ടി എഴുതിയതല്ല ആക്ച്വലി. ഫണ്ണി ആയിട്ട് ആ പെൺകുട്ടീനെ, ആ പെൺകുട്ടി വന്നപ്പോ ഇങ്ങനെ ഒരു പെൺകുട്ടി ഇതുവരെ കാണാത്ത ഒരു ഗ്രാമം അവളെ നോക്കി ഇങ്ങനെ പതറി ഇവൾ ആരാണ് എന്നൊരു ആരാധനയും ഉണ്ട്. എന്നാൽ എന്റെ ദൈവമേ ഇവള് നമ്മളെ ഇടിച്ചിട്ട് പോവോ എന്നൊരു പേടിയുണ്ട്. ചിതറി നമ്മൾ മൺതരിയായി അങ്ങനത്തെ ഒരു പരിപാടിയാണ് ഉറപ്പാ. മറ്റേതാണ് മോട്ടിവേഷൻ, ഇന്നലെകളിൽ മിന്നിയതെല്ലാം. അത് മനു അതാണ് ശരിക്കും മോട്ടിവേഷൻ. അതാണ് ആ പടത്തിലെ മോട്ടിവേഷൻ. ഇതാണ് ഞങ്ങൾക്ക് കുറച്ച് രണ്ടും ഉണ്ട് കേട്ടോ, മനുവേട്ടനുള്ളതുകൊണ്ട്. അതുപോലെ ഇങ്ങനെ തുടങ്ങിയത് ആ സമയത്താണല്ലോ എനിക്ക് തോന്നുന്നത്. ഞാൻ ഗോത കണ്ടിട്ടാ മെസ്സേജ് ചെയ്യുന്നത്. FB ഫ്രണ്ട് ആയിരുന്നു, പക്ഷെ ഗോതേന്റെ സമയത്താണ് നോട്ടീസ് ചെയ്ത് മെസ്സേജ് ചെയ്യണ്ടായിരുന്നു. ഒറബേന്റെ സമയത്താണ്. അതിന് ശേഷം ഇങ്ങനെ സ്ഥിരമായി ഫോളോ ചെയ്യാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ കോളേജ് ഫൈനലി PG സമയമല്ലേ അത്?
17 ഒക്കെ അല്ലേ? അതെ അതെ അതെ, PG-യുടെ ഒക്കെ അവസാനം. നമ്മൾ ആ സമയമൊക്കെ ചെയ്ത പാട്ടുകൾ പിന്നെ ഇപ്പൊ കേൾക്കുമ്പോ അയ്യോ ഈ വരിയൊക്കെ ഞാൻ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അത് പൊതുവെ നമ്മൾ ഏത് പാട്ടും പിന്നീട് റീവിസിറ്റ് ചെയ്യുമ്പോൾ തോന്നും അയ്യോ ഈ വരിക്ക് പകരം അത് മതിയായിരുന്നു. കാരണം നമ്മൾ അപ്പോഴത്തെ ഒരു ഇൻസ്റ്റിങ്ക്റ്റിനെ വിശ്വസിച്ച് അപ്പോഴത്തെ നമ്മുടെ മൂഡ്, നമ്മൾ ആ സമയത്ത് ആ കേട്ടിരിക്കുന്ന വേറെ പാട്ടുകൾ, അതൊക്കെ ഇൻസ്പയർഡ് ആകുമല്ലോ. അന്ന് അതെന്താണ് ശരിയെന്ന് തോന്നിയതാണ് എഴുതിയിരിക്കുന്നത്. ഇന്നത്തെ ശരി വേറെ ആയിരിക്കാം, ഇന്നത്തതും നാളത്തതും തമ്മിൽ മാറ്റം ഉണ്ടാവും നമ്മുടെ മൂഡിന്റെ, ഉറപ്പായിട്ടും അങ്ങനെ തോന്നും. പക്ഷേ കുഴപ്പമില്ല, ഇത് നമ്മൾ എഴുതുന്ന സാധനം ഡയറക്ടറും മ്യൂസിക് ഡയറക്ടറും ഒക്കെ ഗ്രീൻ സിഗ്നൽ വന്നിട്ടാണല്ലോ ഫിക്സ് ആയിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോ അങ്ങനെ തോന്നിയത് കുഴപ്പമില്ല, അവർക്കത് വർക്കായല്ലോ എന്നുള്ളതിൽ ഞാൻ ഹാപ്പിയാണ്. ആദ്യത്തെ ഒരു റെക്കഗ്നിഷൻ ആണ് പബ്ലിക്, ഇപ്പൊ ഈ പറഞ്ഞ മീഡിയക്കാരോ അല്ല ഇതൊന്നും അല്ലാത്ത ഒരു പബ്ലിക് ലിറിസിസ്റ്റ് അല്ലേ എന്ന് ചോദിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ലിറിസിസ്റ്റ് അല്ലേന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് നീലാകാശം എഴുതി കഴിഞ്ഞ സമയത്ത് അന്ന് എന്റെ മുഖമൊന്നും ആർക്കും അറിയില്ല. അപ്പൊ ഞാൻ ചെന്നൈയിൽ നിന്ന് മഹാബലിപുരം വരെ ഒരു യാത്ര, ഒരു 2 hours എന്തോ. അന്ന് സ്കൂട്ടറൊക്കെയാണ് എനിക്ക് ഉള്ളത് കേട്ടോ, ബൈക്ക് പോലും ഇല്ല, അലച്ചൊക്കെ. ഞാൻ ഈ ആക്റ്റീവയിലാണ് മറ്റേ വൈഫ് ചെയ്ത് ഞാൻ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകും. അങ്ങനെ പോയി മഹാബലിപുരത്തെ പാറക്കല്ലിൽ ഒരു ദിവസം രാവിലെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ പറഞ്ഞ ബുള്ളറ്റിൽ വരുന്ന ഒരു സംഘം ആൾക്കാർ അവിടെ വന്നിട്ട് ഇവരിത് പ്ലേ ചെയ്യുക, നീലാകാശത്തിലെ പാട്ട്. അപ്പൊ എന്റെ കൂടെയുള്ള ഫ്രണ്ട് പറഞ്ഞ് ഒന്നും ഈ പറഞ്ഞൂടെ, ഞാനാണ് എഴുതിയത്. അന്നേരം ഇവരൊക്കെ നോക്കിട്ട് ഇവർക്ക് ആരോ ഒരാൾക്ക് ഇത് കേട്ടിട്ട് മനസ്സിലായി. അങ്ങനെ ഇവര് വന്നിട്ട് നൈസായിരുന്നു, ഇപ്പൊ എന്റെ പേരൊക്കെ ചോദിച്ചു. എന്റെ പേര് പറയില്ല, ഇത് എഴുതിയ ആളാണെന്ന് ആരോ പറയുന്നത് കേട്ടിട്ട് വന്നിട്ട്. അപ്പൊ അതാണ് ആദ്യമായിട്ട് അങ്ങനെ എന്റെ ഒരു പാട്ടിന് കുറച്ച് പേര് വൈബ് ചെയ്യുന്ന ഞാൻ ലൈവായിട്ട് കാണുന്നത്. അതിനുശേഷം പിന്നെ എനിക്കൊന്ന് ഗപ്പിയൊക്കെ കഴിഞ്ഞപ്പോഴാണ്, ഗപ്പിയാണല്ലോ ശരിക്കൊരു ബ്രേക്ക് എന്നൊക്കെ പറയാം അല്ലെ, മൊത്തത്തിലൊരു 4 പാട്ട് വരുന്നൊരു സിനിമ. കുറെ പേര് എന്റെ പേര് ശരിക്കും വിനായക് ശശികുമാർ എന്ന ഒരാളുണ്ട് എന്ന് മനസ്സിലാക്കി എനിക്കൊന്ന് ഗപ്പി. അപ്പൊ പോലും എന്റെ മുഖം ഇപ്പൊ പോലും ആദ്യമായിട്ട് എന്റെ മുഖം കാണുന്ന ഒരുപാട് പേരുണ്ടാവും. ഈ ചില പാട്ടുകൾ ഇപ്പം മനുമഞ്ജിത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട്, OP-ല് കോഴിക്കോട് ഹോമിയോ കോളേജിലെ OP-ൽ ഇരുന്നിട്ടാണ് കൃപാകരി എഴുതിയത്, പുള്ളി അവിടെ പഠിപ്പിക്കുന്ന. അതെ അതെ, അതുപോലെ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു സിറ്റുവേഷനിലൊക്കെ എഴുതിയിട്ടുണ്ടോ പാട്ട്? പിന്നെ നമുക്ക് ഡെഡ് ലൈൻസ് ഒക്കെ വരും, ഇന്ന് തരണം നാളെ തരണം, നമ്മൾ എവിടെയൊക്കെ ആയിരിക്കും. മുടി വെട്ടുമ്പോ ആലോചിക്കും ഞാൻ, ശരിക്കും മുടി വെട്ടാൻ പോകുമ്പോൾ എനിക്ക് ബോറടി പ്രോസസ്സാണ്. 1 മണിക്കൂറെങ്കിലും എടുക്കും എന്റെ മുടി വെട്ടി കഴിയാൻ. അങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ വെട്ടിച്ച് കഴിയും. ഇപ്പൊ 1.5 മണിക്കൂറിലാകാം. അപ്പൊ അതിന് മുമ്പ് ഞാൻ ഒരു പുതിയ ട്യൂണിങ് ഇങ്ങനെ 5 പ്രാവശ്യം കേൾക്കും. കാരണം മുടി വെട്ടുന്നതിന് ഇടയ്ക്ക് പോയി കേൾക്കാൻ പറ്റില്ലല്ലോ, ട്യൂണിന് വേണ്ടിയാണല്ലോ പാട്ടെടുത്തത്. അപ്പൊ ഫീഡ് ചെയ്യാൻ വേണ്ടി കേട്ടിട്ട് മുടി വെട്ടുമ്പോൾ ഞാൻ ആലോചിക്കുന്നതായിരിക്കും, ഓക്കെ മുടി വെട്ടി കഴിയുമ്പോൾ ഒരു പല്ലവിയെങ്കിലും തീർന്നില്ലെങ്കിൽ, അതുപോലെ ഡ്രൈവ് ചെയ്യുമ്പോൾ, കുക്ക് ചെയ്യുമ്പോഴും, ട്രെയിനിലിരിക്കുമ്പോഴും ഒക്കെ ഈ പാട്ടാലോചന ഉണ്ട്. പക്ഷെ ഷോർട്ട് ടൈമില് നമ്മളിങ്ങനെ ഭയങ്കര പ്രഷറിലായിട്ട് ചെയ്യുന്ന അങ്ങനെ ഉണ്ട് ഏതെങ്കിലും പാട്ട്? എപ്പോഴും വളരെ പെട്ടെന്ന് വേണമെന്നൊക്കെ പറയുമ്പോൾ പ്രഷറിൽ ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വരാറുണ്ട്. ഒരു കണക്കിന് നല്ലതാണ്, കാരണം നാളെ സെൻസറാണ്, ഇന്ന് പാട്ട് വേണമെന്ന് പറയുമ്പോൾ ഒരാശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് എഴുതിയോ അതാണ് പാട്ട്. ഇപ്പൊ അത് കറക്ഷൻ ചെയ്ത് ഇങ്ങനെ നീണ്ടു പോയില്ലല്ലോ, നാളെ സെൻസറാണ്. കുമ്പളങ്ങി അങ്ങനെയല്ലേ? കുമ്പളങ്ങി, വാരത്തല്ല ഒരു പാട്ട്, ഒരുപാട് പാട്ടുകൾ അങ്ങനെ വന്നിട്ടുണ്ട്. ഇത് വളരെ പോസിറ്റീവ് എക്സ്പീരിയൻസസ്. കുമ്പളങ്ങി, വരത്തലിനൊക്കെ. വരത്തലിൽ ഞാൻ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഉറങ്ങിക്കിടക്കുമ്പോഴാണ് അമലേട്ടന്റെ സുഷിന്റെ എന്തോ കോള് വരുന്നതും വെളുപ്പിന് എണീറ്റിട്ട് നിന്ന് വരാമോ എന്നൊക്കെ ചോദിക്കുക. അങ്ങനെ 2 പാട്ട് ഓൾറെഡി കഴിഞ്ഞു, ഒരു ഒക്കേഷനിൽ പോയി എഴുതി. ഇത് മറ്റേ ഒടുവിലെ തീയായെന്നൊരു പാട്ടില്ല, 3ാമത്തെ, അത് ലാസ്റ്റ് കയറി വന്ന പാട്ടാ. അപ്പൊ അത് അന്ന് പോയി അവരെ കണ്ട് ഉറക്കച്ചിറകിൽ കണ്ട് ഒക്കെ അന്ന് അങ്ങനെ ചെയ്ത പാട്ടാ. പക്ഷെ ഭയങ്കര ഏറ്റവും എനിക്ക് തോന്നുന്നു അത് എഴുതി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും, എനിക്കൊന്ന് അമലേട്ടനും സുഷിനും എനിക്കൊക്കെ പടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഇവഞ്ച്വലി അതായി മാറി. ട്രാവൽ സോങ് ആണ്, പക്ഷെ കുറച്ച് അവരാ ട്രാവൽ ആണ്, കുറച്ച് ആൾക്കാർ ശ്രദ്ധിക്കും. ആദ്യത്തെ ഒക്കെ ആളുകൾ ഇങ്ങനെ ശ്രദ്ധിക്കപ്പെട്ട പാട്ട്, അത് അവരുടെയൊക്കെ മൊമെന്റ്സ്, പുതിയ നീയുണ്ട്, അതൊക്കെ നല്ല പാട്ടുകളാണ്. പക്ഷെ ഇത് കുറച്ചുകൂടി അവരുടെ കഥ എന്താണ്, കപ്പിൾ തമ്മിലുള്ള ഈ സിനിമയുടെ ഒരു തീമൊക്കെ ആ പാട്ടിലുണ്ട്. അതെ അതെ. ഈ ചില സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനാണെങ്കിൽ അവർക്ക് ഇത് പോളിഷ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു സീൻ തന്നെ റീറൈറ്റ് ചെയ്യാനുള്ള ഒരുപാട് ചിലപ്പോൾ വർഷങ്ങൾ വരെ എടുത്തിട്ടാണല്ലോ ഓരോന്ന് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഈ ലാസ്റ്റ് മിനിറ്റിൽ ഈ കുറച്ച് നേരങ്ങൾ എങ്ങനെ പോയാലും ഒരു ലിറിസിസ്റ്റിന് ഏറ്റവും കുറവ് നേരം കിട്ടുന്ന ഒരാളായിരിക്കുമല്ലോ. ആ സമയം നമ്മുടെ മൂഡ് പല മനുഷ്യനാണ്, പല മൂഡിലായിരിക്കും. ഇതിൽ വേണ്ട മൂഡായിരിക്കില്ല നമ്മുടെ. ഇപ്പോൾ ഒരു സീനൊക്കെ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി സീൻ എഴുതാം, നമുക്കത് പറ്റില്ല, ചോയ്സും കുറവാ. അതെങ്ങനെയാ അതിനെ ഓവർകം ചെയ്യണേ? അല്ല, ബേസിക്കലി പലപ്പോഴും നമ്മൾ റീറൈറ്റ് ചെയ്യുന്നത് അവർ പറഞ്ഞിട്ടാണ്. അങ്ങനെയൊക്കെ സ്വന്തമായിട്ട് തോന്നി ഒരു പാട്ട് റീറൈറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന പടങ്ങളിൽ ഞാൻ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാലും ഞാൻ പോയി പറയും എനിക്ക് 2-3 വരി മാറ്റി എഴുതണമെന്നുണ്ട്, കുറച്ചുകൂടെ സമയം തരുമെന്ന് വെച്ച് ചോദിക്കും. അങ്ങനെ സമ്മതിച്ചിട്ട് മാറ്റി എഴുതിയിട്ടുള്ള ഒരുപാട് റെക്കോർഡിങ്ങിന് മുമ്പ് എന്നോട് പറയണമെന്ന് പറയും. കാരണം ഇവര് ചിലപ്പോൾ പറയില്ല,
നമ്മൾ അറിയുമോ പാട്ട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു അല്ലെങ്കിൽ ഇറങ്ങാൻ പോവാണെന്നൊക്കെ അറിയും. അപ്പോൾ ഞാൻ പറയില്ല, അല്ല റെക്കോർഡിങ് ചെയ്യുന്നതിന് മുന്നോട് പറയണം ലിറിക്സ് എനിക്ക് ഒന്നുകൂടെ ഒന്ന് കണ്ടിട്ട് ഫൈനൽ ചെയ്യാനുണ്ട് എന്ന് പറയാറുണ്ട്. അങ്ങനെ റെക്കോർഡിങ്ങിന് മുമ്പ് തന്നെ ചിലപ്പോൾ ലാസ്റ്റ് അവറിലൊക്കെ വാക്കുകൾ മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്വാപ്പ് ചെയ്യുകയൊക്കെ ചെയ്ത് ഒരുപാട് പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ സോളമന്റെ തേനീച്ചകളിൽ പാട്ട് എഴുതുമ്പോൾ ആക്ച്വലി എനിക്ക് എഴുതിയിട്ട് മതിയാവുന്നില്ല. ആനന്ദമോ ഉണ്ട്, വിരൽ തൊടാതെ ഉണ്ട്. അപ്പൊ ഞാനും ലാൽജോ സാറും വിദ്യാസാഗർ സാറിനെ കാണാൻ വേണ്ടി ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് പോയി, ചെന്നൈക്ക് പോയി. തിരിച്ച് ഫ്ലൈറ്റിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ വേറെന്തോ എഴുതുകയാണ്, വേറെ സ്റ്റാൻസ് എഴുതുക, വേറെ പല്ലവി, ആനന്ദമുഖിക്ക് അവസാനം വേറൊരു പല്ലവി എഴുതിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാനത് കാണിച്ചു, എടാ നീ ചെയ്യണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ വിദ്യാസാഗർ സാറിന്റെ ഭയങ്കര ഫാനാ അല്ലെ. അതുപോലെ AR റഹ്മാന്റെ കൂടെ മലയം കുഞ്ചില് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഡ്രീമാണ് എല്ലാരെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ഒരു ഈ ലെജൻസിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഇവരൊക്കെ കുറെ അസിസ്റ്റൻസ് ഉള്ള അല്ലെ, അവരെ കാര്യങ്ങളൊക്കെ അവര് ചെയ്ത് പിന്നെയല്ലേ നമ്മളിലേക്ക് കണക്ഷൻ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ തമ്മിൽ എത്രത്തോളം കോൺവെർസേഷൻസ് ഉണ്ടാവാൻ പറ്റി ഈ രണ്ടും വ്യക്തികളും? വിദ്യാസാഗർ സാറായിട്ട് ഒരുപാട് കോൺവെർസേഷൻസ് ഉണ്ടാവാൻ ഭാഗ്യം സിദ്ധിച്ച ആളാണ്. അതും ഒരു ഫൈൻ ഡേ സംഭവിച്ചൊന്നുമല്ല. സാറുമായിട്ട് ഒരു ഫാൻ എന്ന രീതിയിലെ സാറിന് എന്നെ അറിയാവുന്നുള്ളൂ കുറച്ച് വർഷങ്ങൾ. അതിനുശേഷമാണ് ഞാൻ പാട്ടെടുത്തുന്നുള്ള പോലും സാറ് മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ. അപ്പോൾ ഒരു ഫാൻ എന്ന രീതിക്ക് നമ്മളെ ഇഷ്ടപ്പെട്ടു. സാറിന്റെ മനസ്സിൽ നമുക്കൊരു ചെറിയ ഇടം കിട്ടിയതിന് ശേഷമാണ് പാട്ട് എഴുതുന്ന സാറ് മനസ്സിലാക്കി എന്നെ വിളിപ്പിക്കുകയും പാട്ട് സാറിന്റെ കമ്പോസിങ്, സാറിന്റെ സ്റ്റുഡിയോയിലേക്ക് എന്നെ കയറാൻ വേണ്ടി പുറത്തിങ്ങനെ കാത്തൊക്കെ നിന്നിട്ടുണ്ട്. സാറിന്റെ ബർത്ത്ഡേസിനൊക്കെ പ്രത്യേകിച്ച്. അങ്ങനെ ഒരു ബർത്ത്ഡേക്ക് കേക്ക് പോയിട്ട് അകത്തോട്ട് വരെ സമ്മതിക്കുക, അവിടെ കേക്ക് കട്ട് ചെയ്ത് പോയി. അപ്പോഴും സ്റ്റുഡിയോയിൽ ഒരു മെയിൻ ഒരു ഹോളുണ്ട്, അവിടെ മാത്രമേ കയറുന്നുള്ളൂ. കമ്പോസിങ് റൂമിൽ കയറിയിട്ടില്ല. അപ്പൊ അങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ദിവസം അങ്ങോട്ടുള്ള ഈ കമ്പോസിങ് റൂമിലേക്ക് വന്ന് ഇരിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഇത്രയും പാട്ടുകളൊക്കെ ജനിച്ച സാർ കമ്പോസ് ചെയ്ത ആ ഒരു ഹാർമോണിയം വെച്ചിരിക്കുന്ന ഒരു സാർ ശരിക്കും ഒരു തിരുപ്പതിയുടെയോ മറ്റേ ശബരിമലയൊക്കെ പെടുന്ന നട തുറന്നൊരു ഫീൽ ഉണ്ടല്ലോ, ആ നടയിൽ വന്നിരിക്കുന്ന ആ ഒരു ഫീലിലാണ് ഇരുന്നത്. അപ്പോൾ ഒരു ഭയങ്കര ഓറയാണ് സാറിന് തന്നെ, വലിയൊരു പോസിറ്റീവ് കുറേ റൂമിന് ആ ഒരു ഓറയുണ്ട്. അപ്പോൾ അവിടെ വെച്ചാണ് സാർ എന്നെ കൊണ്ട് കുറേ ഡമ്മി സിറ്റുവേഷൻസ് സാർ തന്നെ ക്രിയേറ്റ് ചെയ്ത് സാർ ഇൻസ്റ്റന്റ്ലി കമ്പോസ് ചെയ്ത് ഓരോ പല്ലവി ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുക. എനിക്ക് ഇത് എഴുതി കഴിയുമ്പോഴേക്കും അടുത്ത പല്ലവി കിട്ടും. അപ്പോൾ പല പല മീറ്ററിലും പല ടെമ്പോയിലും പല ഭാവത്തിലുള്ള പാട്ടുകൾ എനിക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ സാറ് നോക്കുകയാണ്. ഇനി പറ്റുന്നില്ലെങ്കിൽ സാർ ഇങ്ങനെ ട്രെയിൻ ചെയ്യും, അതായത് ബെറ്റർ ആക്കാൻ വേണ്ടി ട്രെയിൻ ചെയ്യിക്കും. കണ്ണദാസനും വാലിയും ഒക്കെ എഴുതിയ പല പല ഇൻസ്റ്റൻസസ് സാർ ഇങ്ങനെ അവരുടെ ഒരു സ്റ്റൈൽ ഓഫ് റൈറ്റിങ്ങിനെ പറ്റിയൊക്കെ പറഞ്ഞ് അങ്ങനെ കുറെ ട്രെയിനിങ് ഒക്കെ എനിക്ക് തന്നിട്ടുള്ള ആളാണ് സാർ. സാറുമായിട്ട് ഒരുപാട് കോൺവെർസേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരുപാട് എൻ്റെ ലിറിക് റൈറ്റിങ്ങിനെയും ഞാൻ സോങ്സിന് നോക്കിക്കാണുന്ന, സോങ് ഉണ്ടാക്കുക എന്നുള്ള പ്രോസസ്സിനും ഞാൻ നോക്കിക്കാണുന്ന രീതിയെ മൊത്തത്തിൽ സാറ് റവല്യൂഷനൈസ് ചെയ്തിട്ടുണ്ട്. ഈ ലോക്ക്ഡൌണിൽ പോലും സാറുമായിട്ടുള്ള ഒരു ഡേ ടു ഡേ സംഭാഷണങ്ങൾ നടന്നിട്ടുണ്ട്. ചിലപ്പോൾ സൂമിലും ഫേസ് ടൈമിലും ഒക്കെ മീറ്റ് ചെയ്ത് അപ്പോഴും സാറ് പാട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുക. അത്രയും വർക്കഹോളിക് ആയിട്ടുള്ള ആളാണ്. കരിയറിൽ ഇത്രയും സാധിച്ച് കഴിഞ്ഞു എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരാള് രാവിലെ നേരത്തെ എണീറ്റിരുന്ന് കമ്പോസ് ചെയ്യണം. അങ്ങനെ ചെയ്തൊരു പാട്ടാണ് ശരിക്കും മാരിവിലും ഗോപുരങ്ങളിൽ പോകാതെ എന്ന് പറഞ്ഞ പാട്ട്. അതിന് അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട്. സാറ് ദിവസം രാവിലെ ഒരു പാട്ട് അയച്ചിട്ട് വിനായകൻ നമുക്ക് ഇത് നീ ഒന്ന് എഴുത്. അപ്പൊ എന്താണ് സാർ സിറ്റുവേഷൻ? അപ്പൊ ലവ് ആണ്. അപ്പൊ ഈ ജാനകി സിദ്ധിനാക്കരോ എന്നൊക്കെ പറയുന്ന പോലെ ഒരു പ്രണയിതാവ് മറ്റേ പ്രണയിതാവിനോട് പറയാണ്. കുറച്ചു നേരം നൈറ്റിൽ സ്പെൻഡ് ചെയ്തു, അത് തിരിച്ചു പോവാണ്. അപ്പൊ പറയും ഇപ്പൊ പോവല്ലേ, കുറച്ചു നേരം കൂടെ എൻ്റെ ഒപ്പം ഇരുന്നിട്ട് പോകും എന്നൊക്കെ പറയുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടാണ് ആ പോകാതെ എന്നുള്ള പാട്ട്. പോകാതെ ഈ നിലാരാവ് തീരാതെ എന്നുള്ള. അപ്പൊ അത് ഒരു പല്ലവി മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. അപ്പോൾ മാരിവിലും ഗോപുരങ്ങളുടെ സമയത്ത് സിയാദൊക്കെയുണ്ട്, ഡയറക്ടർ അരുൺ ബോസ് ഉണ്ട്. ഇവരെ സാറിത് പാടി കേൾപ്പിച്ചപ്പോൾ അരുണിത് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇത് രസമുണ്ടല്ലോ സാറ്, നമ്മുടെ സിറ്റുവേഷൻ ഇത് വെക്കാന്ന് പറഞ്ഞിട്ട് പല്ലവി അത് വെച്ചിട്ട് അനുപല്ലവിയും ചരണവും ഫ്രഷ് ആയിട്ട് സാറ് കമ്പോസ് ചെയ്യുകയും ഞാൻ എഴുതുകയും ചെയ്തു. അപ്പൊ അങ്ങനെ ലോങ് പ്രോസസ്സാണ് സാറുമായിട്ടുള്ളത്. റഹ്മാൻ സാറുമായിട്ട് ഇത്രയില്ല. മലയം കുഞ്ഞ് വർക്ക് ചെയ്തപ്പോൾ സാർ ദുബായിലായിരുന്നു, ഞങ്ങൾ ഇവിടെയായിരുന്നു. ഞാനും സജിമോൻ ചേട്ടൻ, മഹേഷ് ചേട്ടൻ ഇവിടെയായിരുന്നു. ഇവിടെ ഇരുന്നിട്ടുള്ള വർക്കിംഗ് ആയിരുന്നു സാറുമായിട്ട് കൂടുതൽ. നേരിട്ട് കാണുന്ന ഈ പാട്ട് ഇറങ്ങുമ്പോൾ, ചോലപ്പെണ്ണ എന്നുള്ള പാട്ട് ഇറങ്ങുന്ന ദിവസം സാറിന്റെ സ്റ്റുഡിയോയിൽ പോയി നേരിട്ട് മീറ്റ് ചെയ്യാനും സംസാരിക്കാനും നല്ല നല്ല വാക്കുകൾ സാറിന്റെ അടുത്തുനിന്ന് കേൾക്കാനും പറ്റി, ഫോട്ടോ എടുക്കാൻ പറ്റിയതെന്നാണ്. വ്യത്യസ്ത പാട്ടായിരുന്നു. സാറ് ഗുഡ് ജോബ് എന്നൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് കോബ്ര എന്നുള്ള സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിന്റെ മലയാളം പാട്ടുകൾ എഴുതാൻ പറ്റുമെന്ന് ചോദിച്ചു. പിന്നെന്താ എന്ന് പറഞ്ഞ് ദെൻ റൈറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയായിരുന്നു. അപ്പൊ അതിലെ പാട്ടുകൾ പിന്നെ അതിനുശേഷം മാമന്നൻ, 10 തല, അങ്ങനെ കുറച്ച് സിനിമകൾ വന്നപ്പോ അതിന്റെ മലയാളം എനിക്ക് അവര് വിളിച്ചിട്ട് അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട് സാറുമായിട്ട്. ഇപ്പൊ ഇതൊരു 15 പാട്ടെങ്കിലും സാറിന്റെ മലയാളം, ഒറിജിനൽ മലയാളം അല്ലെങ്കിൽ പോലും മലയാളം കുഞ്ഞിന് ശേഷവും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇപ്പൊ സുഷിൻ പോലെയുള്ള സുഹൃത്ത്, വിഷ്ണു വിജയ് പോലെയുള്ള സുഹൃത്തുക്കള് അല്ലെങ്കിൽ ഏകദേശമൊക്കെ സമപ്രായക്കാരായവരുടെ കൂടെ വർക്ക് ചെയ്യുന്നതിൽ ഒരു എളുപ്പം എന്താ? ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, ഇല്ലുമിനാറ്റി എന്നുള്ളതിന് വാശി പിടിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആയതുകൊണ്ടല്ലേ.
അത്തരത്തിൽ ഈ സീനിയേഴ്സിന്റെ അടുത്ത് സീനിയർ എന്നല്ലെങ്കിൽ കൂടി നമുക്ക് നമ്മുടെ ഒരു കംഫർട്ട് സോൺ എന്ന് പറയുന്നത് എത്രത്തോളമാണ് വിനായകന്? ബേസിക്കലി പിയർ ഗ്രൂപ്പ് ആയിട്ടുള്ള ആൾക്കാരോട് വർക്ക് ചെയ്യാൻ കുറെ കൂടി നമ്മൾ വി ക്യാൻ ബി അവർ സെൽസ് മോർ എന്ന് പറയുന്ന പോലെ നമ്മൾ എന്തും പറയുമല്ലോ, റെഫ്യൂട്ട് ചെയ്യാനുള്ള കാര്യം റെഫ്യൂട്ട് ചെയ്യും. ആ ഒരു സ്പേസ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് വളരെ വളരെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോകുമ്പോൾ നമുക്ക് അത്രയും നമ്മൾ പറയുന്നതിലും ആ ഒരു ഹ്യൂമിലിറ്റി ഉണ്ടാവും. പിന്നെ അവരുടെ ഇൻസ്റ്റിങ്ക്റ്റിൽ നമ്മൾ വിടും, കാരണം അവർ എത്ര എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പോൾ ഈ കൂടെ സമപ്രായക്കാരായിട്ടുള്ളവരായിട്ട് കുറെ കൂടെ നമ്മളിങ്ങനെ ഗിവ് ആൻഡ് ടേക്സ് കൂടുതലായിരിക്കും എനിക്ക് തോന്നുന്നത്. അത് വന്നിട്ട് ഇപ്പോൾ സുഷിൻ്റെ അടുത്തൊക്കെ ആക്ച്വലി വളരെയധികം സുഷിന് ബെസ്റ്റ് ബാക്കിയുള്ളവർക്ക് കിട്ടാൻ കാരണം സുഷിൻ ആ സ്പേസ് എല്ലാവർക്കും കൊടുക്കും. എനിക്കൊരു മൃദുഭാവ ദൃഢകൃത്യം എന്ന് എഴുതി പ്രസന്റ് ചെയ്യാനുള്ളൊരു ധൈര്യം, അല്ലെങ്കിൽ ആദരാഞ്ജലി എന്നൊരു വാക്കൊക്കെ പ്രസന്റ് ചെയ്യാമെന്ന് നമുക്ക് ആദ്യം തോന്നണ്ടേ. നമ്മളിങ്ങനെ മടിച്ച് ചിലപ്പോൾ ആ വാക്ക് ഒരാടത്ത് പ്രസന്റ് ചെയ്യാതെ പോകും നമ്മള്. അപ്പൊ എന്തും എഴുതാനുള്ളൊരു ഫ്രീഡവും ഒരു കൺവിക്ഷനും പിന്നെ ഹിറ്റിനെ പറ്റിയുള്ള പ്രഷറൊക്കെ സുഷിൻ്റെ അടുത്ത് മാറ്റും. ചില പടങ്ങളിലൊക്കെ ഇത് ഹിറ്റാവുന്ന കാര്യം നീ വിട്ടേക്ക് എന്നൊക്കെ പറയുന്ന പോലത്തെ വർക്കുകളും ഉണ്ടായിട്ടുണ്ട്. ഈസിയാണ് സുഷിനായിട്ട് വർക്ക് ചെയ്യാൻ. കണ്ണൂർ സ്ക്വാഡിലെ മൃദു ഭാവേന്ദ്രയുടെ കൃത്യ പണ്ട് ഈ പോലീസിന്റെ ആപ്തവാക്യം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചത് എനിക്ക് അതാണല്ലോ പെട്ടെന്ന് ഞാൻ ഇതല്ലേ എന്ന് പറഞ്ഞാണ് ആ പാട്ട് ശ്രദ്ധിക്കണേ. അത് കണ്ണൂർ സ്ക്വാഡിൽ പ്രത്യേകിച്ചും അത്തരത്തിലൊരു സിനിമയിൽ അങ്ങനെ ഒരു ട്രാവല് നമ്മളെ ട്രാവലിന്റെ പക്ഷെ ഇത് വ്യത്യസ്തമായൊരു ട്രാവൽ പരിപാടിയും വേറെയാണല്ലോ. അപ്പോ ഈ മൃദുഭാവി ദൃഢകൃത്യ ഫസ്റ്റ് വാക്കില് നമ്മളവിടെ ഇന്നാവാണ്. ഈ ഫസ്റ്റ് വാക്കോ? ഇതും ബേസിക്കലി അതിൽ ബാക്കി എല്ലാവരും എഴുതി കഴിഞ്ഞു. അപ്പൊ ഈ ബുക്കിലെയും മാത്രം ബാക്കിയുണ്ട്. അപ്പോൾ എന്തെഴുതണം, ബാക്കി എല്ലാവരും എഴുതിയിരിക്കുന്ന ബേസിക്കലി ഒരു സാധാരണക്കാരനായ പോലീസുകാരൻ അനുഭവിക്കുന്ന സ്ട്രഗിൾസിനെ പറ്റിയാണ്. അവൻ ജീവൻ പോലും പോവാന്നുള്ള അവസ്ഥയിലും മുൻപോട്ട് പോകുന്നു. എന്നാൽ പലപ്പോഴും ഇവരുടെ കഥാപാത്രങ്ങൾ തന്നെ താങ്ക്ലെസ് ആണല്ലോ. ഇവർ ചെയ്യുന്ന എഫേർട്ടിന് തിരിച്ചു ഇവർക്ക് കിട്ടുന്നില്ല, അവർക്കുള്ള അംഗീകാരം കിട്ടുന്നില്ല, നന്ദിയും കിട്ടുന്നില്ല. എന്നിട്ടും അവർക്ക് അവരുടെ കർമ്മം നടപ്പിലാക്കാൻ വേണ്ടി എത്ര ദൂരം വേണോ ട്രാവൽ ചെയ്യും. മുംബൈ വരെ പോകുമ്പോൾ അറിയും ഇവർ ഉത്തർപ്രദേശിലാണെന്ന്, അവിടെ പോകും. അങ്ങനെയുള്ളൊരു അവസ്ഥയാണ്. അപ്പോൾ എന്തായിരിക്കും എനിക്ക് ബാക്കി വരികളൊക്കെ മലയാളത്തിൽ എഴുതിയിട്ട് ഈ ഹുക്കിലേനും വീണ്ടും സാധാരണ മലയാളത്തിൽ എഴുതി കഴിഞ്ഞാൽ ഒരു ഡിഫറൻസ് ഉണ്ടാവില്ലെന്ന് തോന്നി. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഈ പോലീസ് കേരള പോലീസ് ഒക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചപ്പോഴേക്കും ഓക്കെ മൃദുഭാവേ ദൃഢകൃത്യം വീണ്ടും ട്യൂണ് കേട്ടപ്പോ അപ്പൊ ഞാൻ ഇങ്ങനെ എപ്പോഴും വിളിച്ച് ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞു ബാക്കി എല്ലാ ലൈനും അയച്ചിട്ടുണ്ട്, അതൊന്നും ആദ്യം നല്ലതാണോ നോക്ക്, എന്നിട്ട് ഹുക്ക് എന്താ പറ, അത് പറ, നീ എന്താ ഒളിപ്പിക്കുന്ന സാധനം പറ. ചിലപ്പോ പെട്ടെന്ന് കണ്ടാൽ ചിലപ്പോ വർക്കായാലും തോന്നും. പക്ഷെ രണ്ടു പ്രാവശ്യമൊക്കെ പക്ഷെ സുഷിൻ അങ്ങനെ രണ്ടു പ്രാവശ്യം ഒന്നും വേണ്ടിയൊന്നുമില്ല, അത് ഇഷ്ടപ്പെട്ടു. മൃദുഭാവേ ദൃഢകൃത്യം പെട്ടെന്ന് ഒരു സാൻസ്ക്രിറ്റ് വരുന്നതിന്റെ ഒരു പുതുമയുണ്ട്. അതിപ്പോ അധികം യൂസ് ചെയ്യാറില്ലല്ലോ സംസ്കൃതം, അപ്പൊ അങ്ങനെ ഒരു അതിന്റെ ഒരു ഹെവിനെസ് ആ കോറസിന് വന്നു. ഗിരിശേട്ടനൊക്കെ കുറെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കൃത്യമായിട്ട് ആ സിനിമയുടെ ഒരു തീമിന് പറ്റിയ വാക്കാണ്. കേരള പോലീസിന്റെ മോട്ടോ ആണല്ലോ, അങ്ങനെ ഒത്തു വന്നതാണ്. വാലാട്ടിയിലെ ശ്വാനരെ ലെറ്റ്സ് ഷോ ദ പീപ്പിൾ അവർ ഉലകം, അത് ഈ പറഞ്ഞ വേറൊരാൾക്കാരാ, നമ്മളല്ലല്ലോ, മനുഷ്യരും അല്ല, ഇമോഷൻസ് പട്ടികൾ പാടുന്ന പാട്ടാ. പട്ടികളായിട്ട് നമ്മൾ ചിന്തിക്കണം. ആ പാട്ടോ അതല്ല രസമാണ്, അതിന്റെ ആനിമേഷനും പട്ടികളും അത് തന്നെയാണ് അതിന്റെ പുതുമ. പട്ടികൾ എന്തായിരിക്കും മനുഷ്യരോട് തങ്ങളെ പറ്റി പറയാനുള്ളത് എന്നുള്ളതാണ് അതിനകത്തെ. നിങ്ങൾ കുറച്ച് തന്നാൽ മതി, ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ജീവിതം തരാം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള വഴികൾ അതിനകത്തുണ്ട്. പിന്നെ നെയ്മർ ആക്ച്വലി പട്ടി പാടുന്ന പെർസ്പെക്റ്റീവ് ഇല്ല, എന്നാലും പട്ടികളുടെ ശുനക യുവരാജൻ അതൊക്കെ ഉഗ്രൻ, ഇവർ ഭയങ്കര എൻജോയ് ചെയ്ത് എഴുതിയ വർക്കുകളാണ് നെയ്മറൊക്കെ.